ശ്രീ സുബ്രഹ്മണ്യൻ, അങ്ങ് ആദ്യം ഫേസ്ബുക്കിൽ പങ്കുവെച്ച പോസ്റ്റിൽ 2 ചിത്രങ്ങളുണ്ടായിരുന്നു. ആ ചിത്രങ്ങളിൽ ഒന്ന് അങ്ങ് പിന്നീട് ഡിലീറ്റ് ചെയ്തു. എന്തിനാണ് ആ ചിത്രം ഡിലീറ്റ് ചെയ്തത്? അല്ല, കുറെ കൂടി വ്യക്തതയുള്ള ഒരു ചിത്രം അതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയാണ് പഴയത് ഡിലീറ്റ് ചെയ്തത്. ഇപ്പോൾ കേസെടുത്തത് പഴയതിൻ്റെ പേരിലല്ലല്ലോ. ഞാൻ പുതിയ 2 ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് എൻ്റെ പേരിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് വാളിലുള്ള പടത്തിനെതിരായിട്ടാണ് കേസ്, മറ്റേതിനല്ലല്ലോ കേസ്. ഡിലീറ്റ് ചെയ്തതിന് എങ്ങനെയാണ് കേസ് ഉണ്ടാവുന്നത്? ഡിലീറ്റ് ചെയ്തതിന് കേസ് ഉണ്ടാകില്ലേ? അത് ആവശ്യത്തിന് പ്രചരിപ്പിക്കപ്പെട്ടതിന് ശേഷമാണ് ഡിലീറ്റ് ചെയ്തത്. അങ്ങ് ഡിലീറ്റ് ചെയ്ത ചിത്രത്തിന്റെ പേരിലാണ് കേസ് ഉള്ളത്. അത് അങ്ങക്ക് മനസ്സിലാകാതിരിക്കുക എന്തുകൊണ്ടാണെന്ന് ഒരു മണിക്കൂർ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് വാളിൽ 1 മണിക്കൂർ കൊണ്ട് അതിന് ചില അപാകത ഉണ്ടെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ മണിക്കൂർ തന്നെ അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് സമയമൊന്നും എന്റെ ഫേസ്ബുക്ക് വാളിൽ ഉണ്ടായില്ല. ഒരു ക്രൈം ചെയ്തതിന് ശേഷം അതിൽ തെളിവ് നശിപ്പിച്ചാൽ കുറ്റവിമുക്തനാകുമോ? കേസെടുത്തത് 4 മണിക്കല്ലേ എന്റെ പേരിൽ കേസ്. അതാണ് ഞാൻ ചോദിച്ചത്. അതിനുശേഷം ഒരു ക്രൈം ചെയ്തതിന് ശേഷം അതിന്റെ തെളിവ് നശിപ്പിച്ചാൽ കേസെടുക്കാതിരിക്കാൻ കഴിയുമോ? പരിശോധിക്കട്ടെ. അത് പിന്നെ എന്ത് നിർമ്മിതിയാണ്? ഒരു മിനിറ്റ്, അത് പോലീസ് ഓൾറെഡി കേസെടുത്തല്ലോ. എല്ലാ ഫോട്ടോയും പോലീസ് പരിശോധിക്കട്ടെ. പോലീസ് ഇപ്പൊ സൈബർ വിങ് എന്റെ ഫോൺ എടുത്തു, അത് അപ്ലോഡ് ചെയ്ത ആളെ ഫോൺ എടുത്തു, അവർക്ക് കണ്ടുപിടിക്കാലോ. നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് ടെൻഷനില്ല. അതാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. ഇപ്പൊ ഏത് ചിത്രത്തിനാണ് കേസെടുത്തത് തുടങ്ങിയ കാര്യങ്ങളല്ല ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. ഞാൻ അങ്ങോട്ട് ചോദിച്ചത് എന്തിനാണ് അങ്ങ് ഫോട്ടോ ഡിലീറ്റ് ചെയ്തത് എന്നുള്ളതാണ്. അല്ല, പോലീസ് ഞാൻ ഫേസ്ബുക്ക് വാളിൽ പങ്കുവെച്ച ചിത്രങ്ങളിൽ AI നിർമ്മിതിയാണെങ്കിൽ പോലീസ് ഓൾറെഡി കേസെടുത്തു. സൈബർ വിഭാഗം പരിശോധിക്കുന്നു. അവര് പരിശോധിച്ച് പറയട്ടെ. അതല്ലല്ലോ കേരളത്തിലെ പ്രശ്നം. കേരളത്തിൽ 2 ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 2 പ്രമുഖരായ നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ശ്രീ N സുബ്രഹ്മണ്യൻ, ആ ചർച്ചയിലൊന്നും ഞാൻ അങ്ങേ അതിഥിയായി വിളിച്ചില്ലല്ലോ. ഈ വിഷയത്തിൽ ഇന്നലെയും ഇന്നുമായി അങ്ങ് ഞങ്ങളോടൊപ്പം അതിഥിയായി ചേരുന്നത് അങ്ങ് കമ്മിറ്റ് ചെയ്ത ഒരു ക്രൈമിന്റെ പേരിലാണ്. അങ്ങ് കമ്മിറ്റ് ചെയ്ത ഒരു ക്രൈമിന്റെ പേരിലാണ്. ആ ക്രൈമിലെ പ്രതിയാണ് അങ്ങ്. ഞാൻ അങ്ങയോട് ചോദിച്ചത് കേരളത്തിലെ ഇന്നത്തെ വിഷയം എന്താണ് എന്നല്ല. ഞാൻ അങ്ങയോട് ചോദിച്ചത് കേരളത്തിലെ ഇന്നത്തെ വിഷയം എന്താണ് എന്നല്ല. ഞാൻ അങ്ങയോട് ചോദിച്ചത് അങ്ങ് പങ്കുവെച്ച 2 ചിത്രങ്ങളിൽ ഒന്ന് അങ്ങ് ഡിലീറ്റ് ചെയ്തത് എന്തിനാണ് എന്നാണ്. അങ്ങ് പങ്കുവെച്ച 2 ചിത്രങ്ങളിൽ ഒന്ന് അങ്ങ് ചോദിക്കട്ടെ, അത് AI നിർമ്മിതിയാണോ അല്ലയോ എന്ന് പോലീസ് കേസെടുത്തു എന്ന് ഞാൻ ചോദിച്ചില്ല. ഞാൻ അങ്ങയോട് ചോദിച്ചു. എനിക്ക് അങ്ങോട്ട് ചോദിക്കാൻ ഒറ്റ ചോദ്യമേ ഉള്ളൂ. എനിക്ക് അങ്ങോട്ട് ചോദിക്കാൻ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. പോലീസ് കേസെടുക്കും. അതിപ്പോ അങ്ങയോട് അനുവാദം ചോദിച്ചിട്ടല്ലോ കേസെടുക്കുന്നത്. അങ്ങ് പറഞ്ഞതുപോലെ അങ്ങ് പറഞ്ഞത് ഞാൻ വിശ്വാസത്തിലെടുക്കാൻ തയ്യാറാണ്. അങ്ങ് പ്രാഥമിക കൃത്യങ്ങൾ പോലും നിർവഹിക്കാൻ തയ്യാറാകാതെ അനുമതി നൽകാതെ പോലീസ് കേസെടുത്ത് കഴിഞ്ഞു. അങ്ങയുടെ അനുമതി വേണ്ട. എനിക്ക് ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. ആ ചിത്രം അങ്ങ് എന്തിനു ഡിലീറ്റ് ചെയ്തു? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഒരു കൊടും ഭീകരനെ പോലെ എന്ത് തെറ്റാണ് ഞാനിത് ചെയ്തത്? ഞാൻ AI നിർമ്മിതിയുള്ള പടമാണ് എൻ്റെ ഫേസ്ബുക്ക് വാളിൽ ഇട്ടതെങ്കിൽ അത് പോലീസ് തെളിയിക്കട്ടെ, പോലീസ് കണ്ടുപിടിക്കട്ടെ. അതിനേത് ശിക്ഷയും നേരിടാൻ ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. ഞാൻ അല്ലെന്ന് പറയുമ്പോഴും പോലീസ് ആണെന്ന് പറയുന്നു, ഗവൺമെൻറ് ആണെന്ന് പറയുന്നു. ഗവൺമെന്റ് തെളിയിക്കട്ടെ. ഗവൺമെന്റ് കയ്യിൽ എല്ലാവിധ സംവിധാനവും ഉണ്ടല്ലോ. ശ്രീ N സുബ്രഹ്മണ്യൻ, ഒരു ചിത്രം പങ്കുവെച്ചതിന്റെ പേരിൽ അങ്ങേക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുത്തു എന്നതിനെ ഞാൻ അനുകൂലിക്കുന്നില്ല. അത് അങ്ങ് ചെയ്ത കുറ്റത്തിന് പര്യാപ്തമായ തെറ്റാണ്, കുറ്റവിധിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സൈബർ അതിക്രമത്തിനോ മറ്റോ അടക്കമുള്ള കേസുകളാണ് ചുമത്തേണ്ടത്. കലാപാഹ്വാനത്തിന് കേസെടുക്കുന്ന വകുപ്പ് എന്താണെന്ന് എനിക്കും അറിയില്ല. അതവിടെ നിൽക്കട്ടെ. പക്ഷേ അതല്ല ഞാൻ അങ്ങയോട് ചോദിച്ചത്. ഞാൻ അങ്ങയോട് അങ്ങ് ഈ ചർച്ചയിൽ തുടരുന്ന സമയം മുഴുവനും ഒരൊറ്റ ചോദ്യമേ ചോദിക്കട്ടെ. ഞാനും കൂടി ചോദിക്കട്ടെ. ഈ ചോദ്യം അങ്ങനെ ഒരിക്കലും ചോദിക്കാൻ സമ്മതിക്കുന്നില്ല. ശ്രീ N സുബ്രഹ്മണ്യൻ, ഈ ചോദ്യം അങ്ങനെ ചോദിക്കാൻ അനുവദിക്കുന്നില്ല. ഒന്നാമത്തെ തവണ ഒഴികെ. ശ്രീ N സുബ്രഹ്മണ്യൻ, അങ്ങ് എന്തിനാണ് ആ ചിത്രം ഡിലീറ്റ് ചെയ്തത്? പറയൂ. ഞാൻ പറഞ്ഞല്ലോ, വ്യക്തതയോട് കൂടിയുള്ള ഒരു പോസ്റ്റ്, ഒരു ചിത്രം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഡിലീറ്റ് ചെയ്തത്. ഇനി ആദ്യത്തെ പടം എന്റെ പേരിൽ അങ്ങനെ അല്ലല്ല, അത് കള്ളമാണ്. കാരണം എന്റെ കയ്യിലിരിക്കുന്ന ഫോണിൽ തുറന്നു വെച്ചിരിക്കുന്ന ഫേസ്ബുക്ക് പേജിൽ അങ്ങയുടെ പ്രൊഫൈലാണുള്ളത്. അങ്ങ് വ്യക്തതയുള്ള ഒരു ചിത്രം അപ്ലോഡ് ചെയ്യുകയല്ല ചെയ്തത്.
2 ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്തതിൽ നിന്ന് ഒരു ചിത്രം ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ആ പോസ്റ്റിൽ അങ്ങ് വേറെ ചിത്രം അപ്ലോഡ് ചെയ്തിട്ടില്ല. കള്ളം പറയരുത് കേരളത്തിന് മുന്നിൽ. ഞാനത് നിങ്ങളെ ഇത് കയ്യിലുള്ളത് കാണുന്നില്ല. ഞാൻ വേറൊരു അങ്ങയുടെ ഫേസ്ബുക്ക് പേജ് അങ്ങേക്ക് അറിയാമല്ലോ. അങ്ങയുടെ ഫേസ്ബുക്ക് പേജ് അങ്ങേക്ക് അറിയാമല്ലോ ശ്രീ എൻ സുബ്രഹ്മണ്യൻ. ഞാൻ ചോദിക്കട്ടെ, അല്ല 19K ഫോളോവേഴ്സ് ഉള്ള 268 പേരെ ഫോളോ ചെയ്യുന്ന എൻ സുബ്രഹ്മണ്യൻ, മെമ്പർ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി KPCC, അതാണ് അങ്ങയുടെ പേജ്. അങ്ങ് അല്ലെങ്കിൽ പറഞ്ഞോളൂ. ആ പേജിൽ 2 ദിവസങ്ങൾക്ക് മുൻപ് അപ്ലോഡ് ചെയ്ത പോസ്റ്റ്, ആ പോസ്റ്റിൽ 2 ചിത്രങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിലൊരു ചിത്രം അങ്ങ് ഡിലീറ്റ് ചെയ്തു. കൂടുതൽ തെളിവുള്ള ഒരു ചിത്രം അപ്ലോഡ് ചെയ്യുകയല്ല ചെയ്തത്, ഒരു ചിത്രം ഡിലീറ്റ് ചെയ്തു. അങ്ങ് പറഞ്ഞത് കള്ളമാണ്. അങ്ങ് എന്തിനാണ് ആ ചിത്രം ഡിലീറ്റ് ചെയ്തത്? ഞാനൊരു കള്ളവും പറഞ്ഞിട്ടില്ല. ആ ചിത്രവും നിങ്ങൾ AI നിർമ്മിതിയാണ് എന്ന് ഗവൺമെന്റും പോലീസും വാദിക്കുകയാണെങ്കിൽ അവരെ തെളിയിച്ചോട്ടെ. അതല്ല ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. അതൊരു നിർമ്മിതിയല്ല. അതല്ല ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. ആ ചിത്രം AI നിർമ്മിതിയാണോ, AI നിർമ്മിതി അല്ലേ, അങ്ങ് സ്വന്തം ക്യാമറയിൽ എടുത്തതാണോ, അങ്ങ് പകർത്തിയതാണോ, മറ്റാരെങ്കിലും അയച്ചതാണോ? അത് ഞാൻ ചോദിച്ചിട്ടില്ല. അത് ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടില്ല. അങ്ങ് ഡിലീറ്റ് ചെയ്തത് എന്തിനാണ്? അങ്ങ് അപ്ലോഡ് ചെയ്ത 2 ചിത്രങ്ങളിൽ ഒന്ന് ഡിലീറ്റ് ചെയ്തത് എന്തിനാണ് ശ്രീ എൻ സുബ്രഹ്മണ്യൻ? ഞാൻ പറഞ്ഞല്ലോ, പറഞ്ഞില്ല. കുറെ കൂടി വ്യക്തതയോടുകൂടി ഒരു പടം കൊടുക്കുന്നതിന് വേണ്ടി അത് നമ്മൾ ഡിലീറ്റ് ചെയ്തു. അങ്ങ് ഇപ്പോൾ അങ്ങയുടെ ഫേസ്ബുക്ക് പേജിലുള്ള പോസ്റ്റിൽ ഒരു ചിത്രമേ ഉള്ളൂ. ആ ചിത്രവും അങ്ങ് ഡിലീറ്റ് ചെയ്ത ചിത്രവും ഒരുമിച്ച് അപ്ലോഡ് ചെയ്തതാണ്. അതിൽ ഒരു ചിത്രം ഡിലീറ്റ് ചെയ്യാണ് ചെയ്തത്. ഒരു ചിത്രവും കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടില്ല. കള്ളം പറയരുത്. വേറെ ഇപ്പൊ 2 പടം ഉണ്ടല്ലോ എന്റെ ഫേസ്ബുക്ക് പേജിൽ. അതിന് താഴത്തെ പോസ്റ്റാണ് ഞാൻ പറയുന്നത്. അങ്ങയുടെ ഫേസ്ബുക്ക് പേജിന്റെ വിവരങ്ങൾ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരണമെന്നൊക്കെ പറയുന്നത് കഷ്ടമാണ് കേട്ടോ, ബാലിശമാണ്. ശ്രീ എൻ സുബ്രഹ്മണ്യൻ, 2 ദിവസങ്ങൾക്ക് മുൻപ് ഹാപ്പി ക്രിസ്മസിന്റെ കാർഡ് അപ്ലോഡ് ചെയ്തതിനു ശേഷം, അങ്ങ് പങ്കുവെച്ച പോസ്റ്റ്, പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഇത്രമേൽ അഗാധമായ ബന്ധമുണ്ടാക്കാൻ എന്തായിരിക്കും കാരണം? ചിത്രം FBയിൽ നിന്ന് എന്ന് പറഞ്ഞു പങ്കുവെച്ച പോസ്റ്റ്. ഇത് കൂടെ പറയിക്കല്ലേ, കഷ്ടമുണ്ട്. ആ പോസ്റ്റിൽ 2 ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്ന് അങ്ങ് ഡിലീറ്റ് ചെയ്തു. കൂടുതൽ തെളിവുള്ള ഒരു ചിത്രവും അങ്ങ് കൂടുതലായതിനോട് ചേർത്തിട്ടില്ല. ആ ചിത്രം ഡിലീറ്റ് ചെയ്തത് എന്തിനാ? ഒറ്റ ചോദ്യമുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, കുറെ കൂടി വ്യക്തമായ ഒരു ചിത്രം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങ് പങ്കുവെച്ച 2 ചിത്രങ്ങളിൽ ഒന്ന് അവിടെ ഉണ്ട്, ഒന്ന് അവിടെ ഇല്ല. പകരം ഒരു ചിത്രവും അപ്ലോഡ് ചെയ്തിട്ടില്ല. കള്ളം പറയരുത്, മോശമാണ്. കള്ളം പറയരുത്. കള്ളം പറയുന്നില്ല, നമ്മൾ സത്യസന്ധമായിട്ടാണല്ലോ പറയുന്നത്. എന്താണ് സത്യമായി പറഞ്ഞത്? അങ്ങ് പുതിയ ഏത് ചിത്രമാണ് അപ്ലോഡ് ചെയ്തത്? ചിത്രത്തിൽ AI നിർമ്മിതിയാണെങ്കിൽ അത് ചോദിച്ചിട്ടില്ല ഇവിടെ. അത് ഞാൻ അങ്ങയോട് ചോദിച്ചിട്ടേ ഇല്ല. അത് ഞാൻ അങ്ങയോട് ചോദിച്ചിട്ടേ ഇല്ല. 2 ചിത്രം അപ്ലോഡ് ചെയ്തു, ഒരു ചിത്രം ഡിലീറ്റ് ചെയ്തു. കൂടുതലായ ഒരു ചിത്രവും ചേർത്തിട്ടില്ല. ആ ചിത്രം ഡിലീറ്റ് ചെയ്തത് എന്തിനാണെങ്കിൽ അത് ചോദിച്ചിട്ടില്ല. നിർഭാഗ്യകരമാണ്, നിർഭാഗ്യകരമാണ്. ആദ്യത്തെ ചിത്രം AI നിർമ്മിതിയാണെങ്കിൽ അത് പോലീസ് കണ്ടുപിടിക്കട്ടെ. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പരിഹസിക്കും. ഒരു കാര്യം 10 തവണ ചോദിച്ചിട്ടും ഒരു ഉത്തരവും ഇല്ലാതെ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തോട്ടെ, പോലീസ് തെളിയിച്ചോട്ടെ എന്ന് ചോദിക്കുന്നത് കേട്ടാൽ 3ാം ക്ലാസ്സിലെ കുട്ടികൾ പരിഹസിക്കും. ഒറ്റ കാര്യം ഞാൻ അങ്ങോട്ട് ആവർത്തിച്ചു ചോദിച്ചുള്ളൂ. 2 ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്തു, ഒന്ന് ഡിലീറ്റ് ചെയ്തു. അങ്ങ് പറഞ്ഞതുപോലെ ഒരു ചിത്രവും പുതുതായിട്ട് ചേർത്തിട്ടില്ല. എന്തിന് ഡിലീറ്റ് ചെയ്തെന്ന ചോദ്യമാണ്. പോയ 15 മിനിറ്റ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. പോലീസ് കുഴപ്പമില്ല, കേസെടുത്തത്, അല്ലെങ്കിൽ കേരള പോലീസിന് വിഷമാകും. വളരെയധികം നന്ദി ശ്രീ എൻ സുബ്രഹ്മണ്യൻ. ഞങ്ങളോടൊപ്പം ചർച്ചയിൽ ചേർന്നതിന് അങ്ങ് 8 മണിക്ക് മറ്റൊരു ചാനലിൽ ചർച്ചയ്ക്ക് ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് പോലീസ് കേസെടുത്തത് കുഴപ്പമില്ല, പോലീസ് കേസെടുത്തത് കുഴപ്പമില്ല, അല്ലെങ്കിൽ അവർക്ക് വിഷമാകും. വളരെയധികം നന്ദി ഞങ്ങളോട് ചേർന്നതിന്. ശരി.